മോട്ടോർ വാഹന ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തി ഗതാഗത കമ്മീഷണർ സർക്കുലർ ഇറക്കി. വാഹനാപകടങ്ങളിൽ പോലീസ് തയ്യാറാക്കുന്ന എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യരുതെന്നാണ് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ കേസ് പ്രത്യേകമായി അന്വേഷിച്ചു വേണം നടപടിയെടുക്കാൻ. ഇരുചക്ര വാഹനത്തിലെ ട്രിപ്പിൾ റൈഡിന് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും ഗതാഗത കമ്മീഷണർ സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു. വാഹനാപകടങ്ങളിൽ പോലീസ് തയ്യാറാക്കുന്ന എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പ് വാഹന ഉടമയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത്. സത്യം തെളിയിക്കാൻ വേണ്ട സമയം പോലും വാഹന ഉടമകൾക്ക് കൊടുക്കാറില്ലേ എന്ന് പല കേസുകളിലും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. അതിനാൽ പല കേസുകളും കോടതിയിൽ തള്ളിപ്പോകാറുമുണ്ട്. സ്വാഭാവിക നീതി ഉറപ്പാക്കാനാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിൽ മാറ്റം വരുത്തിയത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കേസ് പ്രത്യേകമായി അന്വേഷിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ട് അടിസ്ഥാനമാക്കി വേണം ഇനി ലൈസൻസ് സസ്പെൻഡ് ചെയ്യേണ്ടത്. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തൊട്ട് താഴോട്ടുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഗതാഗത കമ്മീഷണർ ADGP S. ശ്രീജിത്ത് നിർദ്ദേശം നൽകിയത്. ഇതിനോടൊപ്പം മറ്റ് ചില മാറ്റങ്ങളും വരുത്തി. ഇരുചക്ര വാഹനത്തിലെ ട്രിപ്പിൾ റൈഡിന് പിടിച്ചാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അപകടകരമായി വാഹനമോടിക്കൽ, മദ്യപിച്ച് വാഹനമോടിക്കൽ, വാഹനം ഇടിച്ചിട്ട് മുങ്ങൽ എന്നീ കുറ്റകൃത്യങ്ങൾക്കും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകി. മൊബൈൽ ഫോണിൽ സംസാരിച്ച് വാഹനമോടിച്ച് 3 തവണ പിടിച്ചാലും ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അമിത വേഗത്തിൽ ഓടിച്ച കാറിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റ കേസിൽ നടൻ സുരാജ് വെഞ്ഞാറമൂടിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിൽ നടപടി നീളും. പുതിയ ഉത്തരവിനെ തുടർന്ന് സുരാജിനെതിരായ പരാതി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും അന്വേഷിക്കും. 2023 ജൂലൈ 29 രാത്രി തമ്മനം കാരണക്കോടം റോഡിലായിരുന്നു അപകടം. സുരാജ് ഓടിച്ച കാർ ബൈക്കിലിടിച്ച് മഞ്ചേരി സ്വദേശി ശരത്തിനാണ് പരിക്കേറ്റത്. പാലാരിവട്ടം പോലീസ് കേസെടുത്ത് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുകയായിരുന്നു. ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണം കാണിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി മോട്ടോർ വാഹന വകുപ്പ് 3 തവണ നോട്ടീസ് നൽകിയിട്ടും സുരാജ് പ്രതികരിച്ചിരുന്നില്ല. തുടർന്ന് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കത്തിലായിരുന്നു. ഇതിനിടയിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിൽ മാറ്റം വരുത്തി ഗതാഗത കമ്മീഷണർ സർക്കുലർ ഇറക്കിയത്.